ഓക്കെ, സോ കഴിഞ്ഞ 2 iQOO ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് iQOO 9 ആൻഡ് iQOO 9T രണ്ടും ആ ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് കിട്ടിയത്. സോ ഞാൻ ഇത്തവണ ഈ വൈറ്റ് കളർ വേരിയൻ്റ് ചോദിച്ച് വാങ്ങി. ഓക്കെ, വെറുതെ ഒരു ഫണ്ടിന്. ആക്ച്വലി തംബ്നെയിലിൽ കാണുമ്പോൾ കുറച്ചും കൂടി എടുപ്പുണ്ടല്ലേ ഈ വൈറ്റ് കളർ. ഇതിൻ്റെ ബാക്ക് ഉണ്ടല്ലോ, ബാക്ക് നമ്മുടെ ലെതർ ലൈക്ക് ഫിനിഷ് ആണ്, ലെതർ അല്ല ഫോൾസ് ലെതർ ആണ്, എന്നാലും ലെതർ ലൈക്ക് ഫിനിഷ് ആണ് വരുന്നത്. പിന്നെ ഈ BMW സ്ട്രിപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് വേരിയൻ്റ് ഞാൻ വരുത്തിയത്. പിന്നെ iQOO എന്ന ബ്രാൻഡ് പൊതുവേ ചെയ്യാറുള്ളത് പോലെ ഈ ഒരു ഫോണിലും സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്കിതെല്ലാം നോക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻ, അൺബോക്സിംഗ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. iQOO ടിപ്പിക്കൽ ബ്ലാക്ക് ബോക്സിലാണ് വരുന്നത്. ഫോൺ മാറ്റി വെക്കാം. ഡോക്യുമെന്റേഷൻ ആൻഡ് സിം ടൂൾ, ക്ലിയർ TPU കേസ്, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക് കൺവേർട്ടർ. 6.78 ഇഞ്ചുള്ള 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 10-bit E6 AMOLED പാനലാണ് തന്നിരിക്കുന്നത്. HDR10+ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ് ടു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1800 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, സോ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പക്ഷേ കർവ് ഡിസ്പ്ലേസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ iQOO പറയുന്ന അനുസരിച്ച് അവരുടെ ഫോൺസ് ആളുകൾ വാങ്ങുന്നത് ഈ ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയൊക്കെയാണ്. ഗെയിമൊക്കെ ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ആണ് ബെറ്റർ. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് iQOO പറയുന്നത്. 2K റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് നല്ല ഷാർപ്പ് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ എല്ലാം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും 1440 ഹെർട്സിന്റെ PWM ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിലും വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ ഈ ഒരു PWM ഡിമ്മിങ്. എന്താണെന്ന് വെച്ചാൽ ലോ ബ്രൈറ്റ്നസ്സിൽ AMOLED ഡിസ്പ്ലേസ് ഫ്ലിക്കർ ആവാറുണ്ട്. അതുകൊണ്ട് ചിലർക്ക് തലവേദനയും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു ഫ്ലിക്കർ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ PWM ഡിമ്മിങ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലുള്ള 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അതിനെ കുറച്ചധികം പറയാനുണ്ട്. അതിവിടെ പറയുന്നില്ല, കാരണം അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ പെർഫോമൻസിന്റെ സെഗ്മെന്റിൽ പറഞ്ഞുതരാം. ഓക്കെ, 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ബ്ലാക്ക് പിന്നെ ഈ ഒരു വൈറ്റ്. ഈ വൈറ്റിന്റെ ബാക്കിലുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഫൈബർ ഗ്ലാസും പിന്നെ സിലിക്കോൺ ലെതർ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രിപ്പ് കണ്ടോ, റെഡ് ബ്ലാക്ക് ബ്ലൂ, ഇത് ബേസിക്കലി iQOO പിന്നെ BMW മോട്ടോർ സ്പോർട്സ് തമ്മിലുള്ള കൊളാബറേഷൻ മൂലം വന്നിരിക്കുന്ന സ്ട്രിപ്പ് ആണ്. ഓക്കെ, എനിക്കിത് ഇഷ്ടമാണ്. ചിലർക്ക് ഇത് ഫ്ലാഷി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് വേരിയന്റ് ഇഷ്ടപ്പെടും. അത് കുറച്ചും കൂടി സട്ടിലാണ്. 205 ഗ്രാം ആണ് വെയിറ്റ്, 8.4 mm ആണ് തിക്നെസ്. പിന്നെ ഇതിന്റെ ബാക്കിലുണ്ടല്ലോ, ബാക്കിൽ കർവ് കൊടുത്തിട്ടുണ്ട്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. സോ ഓവറോൾ ഇതിന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നല്ലതാണ്. അടിപൊളി ബിൽഡ് ആൻഡ് ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ടോപ്പ് ഫയറിംഗ് സ്പീക്കർ ഇല്ല എങ്കിലും, അതായത് ടോപ്പിൽ നിന്ന് വരുന്ന സൗണ്ട് ഇയർ പീസിൽ നിന്നാണ് വരുന്നത്, എന്നിട്ടും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റീരിയോ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 2 സൈഡിൽ നിന്നും ഓഡിയോ വരുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. 0 to 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 20-25 മിനിറ്റ് എടുക്കും. ഫോണിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും രണ്ടും വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം. ഗെയിമിംഗ് സെൻട്രിക് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ഇതിൽ ഒന്നല്ല പക്ഷേ 2 X ആക്സിസ് ലീനിയർ മോട്ടോർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോൺസിലെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആയ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഫസ്റ്റ് ഫോണാണ് iQOO 11. ഒറ്റയടിക്ക് പറഞ്ഞു കേട്ടോ, പൊളിയായിരുന്നു. ഇനി സോ ഈ ചിപ്സെറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോളി ചിപ്സെറ്റ് ആണ്. ഒരു രക്ഷയില്ല. ഓക്കെ, ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ ഹീറ്റിങ്ങും വളരെ കുറവാണ്. ഞാൻ കുറേ നേരം, അതായത് ഈ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെ ഞാൻ ഇത് കളിച്ചു. ഗെൻഷിൻ ഇമ്പാക്റ്റ് കണ്ടിന്യൂസ്ലി കളിച്ച് നോക്കി. യാതൊരു ഹീറ്റിംഗ് ഞാൻ ഫേസ് ചെയ്തില്ല. ചെറിയ രീതിയിൽ വാമാവും, അതെന്തായാലും. അത് ഈവൻ ഐഫോൺസും വാമാവുന്നുണ്ട്. അതായത് ഇളം ചൂടായിരിക്കും, നമ്മളത് അറിയില്ല. കവറൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ നമ്മളത് അറിയില്ല. ഓക്കെ, സോ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ ഗെൻഷിൻ ഇമ്പാക്റ്റിൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഈവൻ 60 FPS. ഇതാണ് ഗീക്ക് ബെഞ്ച് 5 സ്കോർസ്. പിന്നെ ഏകദേശം 13 ലക്ഷത്തിന്റെ അൺടു സ്കോറും കിട്ടുന്നുണ്ട്. ഇത്രയും അധികം അൺടു സ്കോർ കിട്ടാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന റാം സ്റ്റോറേജും അതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് LPDDR5X റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ഈ മൂന്നും വന്നു ചേർന്നുകൊണ്ടാണ് ഇത്രയും അധികം അൺടു സ്കോർ കിട്ടുന്നത്. നോർമൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോൺ പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗെൻഷിൻ ഇമ്പാക്റ്റ് നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ BGMI COD ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം വളരെ സ്മൂത്ത്ലി റൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക്
നമുക്ക് മാക്സ് സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. പിന്നെ ആ 144 ഹെർട്സിൻ്റെ സംഭവം. സോ ഈ ഒരു ഡിസ്പ്ലേ ടെക്നിക്കലി 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ ഗെൻഷിൻ ഇമ്പാക്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗെയിം മോഡ് ഉണ്ടല്ലോ, ഗെയിം മോഡ് ഓപ്പൺ ചെയ്തിട്ട് ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ആ ഒരു 144 ഹെർട്സ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ബാക്കി എല്ലായിടത്തും ഇത് 120 ഹെർട്സ് ആയിരിക്കും. ഓക്കെ, സോ ടെക്നിക്കലി 144 ഹെർട്സ് ആണെങ്കിലും പ്രാക്ടിക്കലി 120 ഹെർട്സ് ആണ്. അങ്ങനെ നോക്കിയാൽ മതി. ഇത് എത്ര പേര് എത്ര വീഡിയോസിൽ എടുത്ത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, 120 ഹെർട്സ് നല്ല സ്മൂത്ത് ആണ്, അതൊരു സംശയം വേണ്ട. സ്പെഷ്യലി ഞാൻ മോർട്ടൽ കോംബാറ്റ് എന്ന ഗെയിം എടുത്ത് നോക്കിയിരുന്നു. അവിടെ 120 FPS 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത്ലി ആണ് വർക്ക് ആവുന്നത്. ഓക്കെ, ഇത്തവണ വിവോയുടെ സ്പെഷ്യൽ V2 ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ V2 ചിപ്പ് ബേസിക്കലി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ഗെയിമിങ്ങിന് വേണ്ടി, അതായത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ കണ്ടില്ല ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ, അതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ചിപ്പ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ക്യാമറയിലും വരുന്നുണ്ട്, അത് ഞാൻ ക്യാമറ സെഗ്മെന്റിൽ പറഞ്ഞുതരാം. മിക്ക എല്ലാ iQOO ഫോൺസിൽ വരുന്ന പോലെ ഇവിടെയും ആ ഒരു ഗെയിം മോഡ് iQOO കൊടുത്തിട്ടുണ്ട്. കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, കണ്ടില്ല, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 4D ഗെയിം വൈബ്രേഷൻ, അതായത് നമ്മൾ ഫയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. പ്രൊഫഷണൽ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഈ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. വോയിസ് ചേഞ്ചർ ഫീച്ചർ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കോൾസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യാം. പിന്നെ മോഷൻ കൺട്രോൾ എന്നൊരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ജൈറോ ഉണ്ടല്ലോ, ആ ജൈറോ ഉപയോഗിച്ച് നമ്മൾ ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഓരോ ഫംഗ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രഷർ സെൻസിറ്റീവ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ സെറ്റിംഗ്സ്, ഗെയിം ഡിസ്പ്ലേ എൻഹാൻസ്മെന്റ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രൈറ്റ്നസ് കളേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടാൻ പറ്റും. പിന്നെ ആ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ വരുന്നുണ്ട്. ലോക്ക് ബ്രൈറ്റ്നസും പിന്നെ ഓട്ടോ പ്ലേ വിത്ത് സ്ക്രീൻ ഓഫ് എന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ഉണ്ട്. ഫൺ ടച്ച് OS 13 കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്ലോട്ട്വെയർസ് ഒന്നും വരുന്നില്ല കേട്ടോ. സ്നാപ്ചാറ്റ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, ഈ പ്രൊഫഷണൽ ബ്ലോട്ട്വെയർസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പുതിയ ആണോ എന്നറിയില്ല, ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. വിവോയുടെ ആപ്പ് സ്റ്റോർ ആണെന്ന് തോന്നുന്നു. തുറക്ക് പോലും ചെയ്യരുത്. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ അതേ രീതിയിൽ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ ഹൈഡ് ചെയ്തേക്ക്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ സാംസങ്ങിന്റെ GN5 സെൻസർ ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സലിന്റെ 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ/പോർട്രേറ്റ് ലെൻസ് ആണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. iQOO 9ന്റെ ക്യാമറ അടിപൊളിയായിരുന്നു. iQOO 9 നമ്മൾ കണ്ടിരുന്നല്ലോ. iQOO 9ന്റെ ക്യാമറ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം അവിടെ ജിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു അൾട്രാ വൈഡ് മാക്രോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ അതൊന്നും വരുന്നില്ല. ഓക്കെ, ഇവിടെ മാക്രോ വരുന്നില്ല. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആണ്. പിന്നെ ജിംബൽ സ്റ്റെബിലൈസേഷൻ അല്ല, നോർമൽ OS സ്റ്റെബിലൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ് ആവാനാണ് സാധ്യത. ഈ ഫോണിന്റെ വിലയൊക്കെ കൂടുന്നുണ്ടല്ലോ. സോ ഇവർ തരുന്ന പ്രൈസിൽ 8 Gen 2 ഒക്കെ അവർ തരണമെങ്കിൽ ചിലയിടത്തൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ടി വരും. അതിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, 55,000 60,000 പ്രൈസ് സെഗ്മെന്റ്, ഈ പ്രൈസ് സെഗ്മെന്റിൽ സാംസങ് ഐഫോൺസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഓക്കെ ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും ഓവറോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. അൾട്രാ വൈഡ് പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആണ്. 13 മെഗാ പിക്സൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടിയതിന്. 8 മെഗാ പിക്സലേ വരുന്നുള്ളൂ. ഡീസൻറ്റ് അൾട്രാവൈഡ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 13 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ വെച്ച് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ സൂമിൻ ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. വലിയ സൂമിനൊന്നും ഇല്ല കേട്ടോ. 2x ഓപ്റ്റിക്കൽ സൂം മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരുപാട് സൂമിനൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ ലോസ് വരും, അതായത് ക്വാളിറ്റി ലോസ് വരും. ലോസ് വരാതെ 2x മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വെച്ച് ഇതുപോലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഫേസിൽ ചെറിയ രീതിയിലുള്ള വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊന്ന് കറക്റ്റ് ചെയ്യണം ഇവർ. പിന്നെ ഈ ഫോണിൽ വരുന്ന വിവോയുടെ V2 ചിപ്പ് കാരണം ലോ ലൈറ്റിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നല്ല വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. iQOO ഇതിനെ 4K നൈറ്റ് വീഡിയോ എന്നാണ് വിളിക്കുന്നത്. സോ ഇത് 4Kയിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. 1080p ആണെങ്കിലും 8K ആണെങ്കിലും അവിടെ ഒന്നും ഇത് വർക്ക് ആവില്ല. ഓക്കെ, 4K 30 FPS-ഉം 4K 60 FPS-ഉം ട്രൈ ചെയ്യാം. ഈ ഫോണിൽ നിന്ന് എടുക്കുന്ന വീഡിയോസിൽ OIS-ഉം EIS-ഉം രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസും കളേഴ്സും ക്ലാരിറ്റിയും ഡീസന്റ് ആണ്. വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. iQOO ആണെങ്കിലും വിവോ ആണെങ്കിലും ഈ രണ്ട് ബ്രാൻഡുകളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഞാനൊരു നെഗറ്റീവ് പറയാറുണ്ട്. ആ നെഗറ്റീവ് ഇത്തവണയും വന്നിട്ടുണ്ട്. അതാണ് സെൽഫി ക്യാമറ പെർഫോമൻസ്. സെൽഫി ഫോട്ടോസ് നല്ലതാണ് കേട്ടോ, അതായത് നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്, നല്ല കളേഴ്സും സ്കിൻ ടോണൊക്കെ ഓക്കെ ആണ്. സെൽഫി ഫോട്ടോസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ സെൽഫി വീഡിയോ പെർഫോമൻസ് ഇത്തവണയും നല്ല ശോകമാണ്. അതായത് 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലും സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. സോ നിങ്ങൾ സെൽഫി വീഡിയോ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫോണല്ല.
അല്ലെങ്കിൽ നമ്മുടെ ഈ ജിമ്പിൾ കിട്ടുമല്ലോ, സ്മാർട്ട് ഫോൺ ജിമ്പിൾ, അത് ഉപയോഗിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ 4K റെസൊല്യൂഷൻ ഒന്നും കിട്ടൂല, 1080p റെസൊല്യൂഷൻ കിട്ടുള്ളൂ. ക്യാമറ മോഡ്യൂളിൻ്റെ താഴെ ചെറിയൊരു റെക്ടാങ്കിൾ കണ്ടോ, കറുത്ത ഒരു റെക്ടാങ്കിൾ, അത് ബേസിക്കലി ഫ്ലിക്കർ സെൻസറാണ്. നോർമലി നമ്മളൊരു സ്മാർട്ട് ഫോൺ എടുത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് വീട്ടിനുള്ളിലുള്ള ബൾബ് ആണെങ്കിലും ട്യൂബ് ആണെങ്കിലും അതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയാൽ ദാ ഇങ്ങനെ ഫ്ലിക്കർ ആവാറുണ്ട്. ആ ഫ്ലിക്കർ ഇവിടെ വരുന്നില്ല, കാരണം ഇവിടെ ആ ഒരു ഫ്ലിക്കർ സെൻസർ ഉള്ളത് കൊണ്ടാണ്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, 4G കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ 4G ഡ്യുവൽ 5G എല്ലാം വർക്കാവും. 9 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ 6, ബ്ലൂടൂത്ത് 5.2 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SAR വാല്യൂം അണ്ടർ ലിമിറ്റ് ആണ്. 8GB 256GB പ്രൈസ് ആണ് 59,999 രൂപ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, iQOO ഫോൺസ് വാങ്ങുമ്പോൾ മിക്ക എല്ലാ ഓഫേഴ്സും ഈടാക്കിയിട്ട് മാത്രമേ വാങ്ങാവൂ. ഓക്കെ, ഇവിടെയും ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാം. സോ ഈ ഒരു ഫോൺ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ, അതായത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ Qualcomm Snapdragon 8 Gen 2 ചിപ്സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ പ്രയോറിറ്റി ഗെയിമിംഗ് പെർഫോമൻസും ഓവറോൾ പെർഫോമൻസ് ആണെങ്കിൽ നോക്കാം. അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, സോ എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.